ഇലക്ട്രോണിക്സ് അല്ലാന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക്സ് തിയറി ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ടെക്നീഷ്യൻസ് ഇപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ നിലവിൽ നേരിടുന്നുണ്ടാവും? സത്യം പറയുകയാണെങ്കിൽ അയാൾക്കൊരു സപ്പോർട്ടിങ് ഒരാളില്ലെങ്കിൽ ഒരു പരിധി വരെ അയാൾ ആര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? യൂട്യൂബ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് വെച്ചിട്ട് അവർക്ക് ചെയ്യാം. അവർക്ക് ശരിക്ക് മൊബൈൽ ടെക്നീഷ്യൻ എന്നല്ല പറയാം, യൂട്യൂബ് ടെക്നീഷ്യൻ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ശരിക്ക് തിയറിയുടെ ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഫങ്ഷൻസ് എങ്ങനെ വർക്ക് ആവുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ലോജിക്കലി ചിന്തിക്കുക എന്നുള്ളതാണ്. അതെ അതെ. ഓരോ ഐസിന്റെ പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്നു. എന്താണ് ഐസിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ മനസ്സിലായി കഴിഞ്ഞാൽ അയാൾക്ക് തന്നെ ഇരുന്നിട്ട് എന്ത് ചെയ്യുക, അത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. അതായത് ഒരു സർക്യൂട്ട് കാണുമ്പോൾ ഈവൻ ഒരു സ്കീമാറ്റിക്സ് ഇല്ല എങ്കിൽ പോലും ആ സർക്യൂട്ടിൽ നമുക്കിപ്പോൾ ഒരു ഡയോഡ്, ഒരു കോയില് അല്ലെങ്കിൽ ഒരു മോസ്ഫെറ്റ് കാണുമ്പോൾ ഇതൊരു ആംപ്ലിഫയർ സർക്യൂട്ട് ആണോ, അല്ലെങ്കിൽ ബക്ക് ബൂസ്റ്റ് ആണോ, സ്റ്റെപ്പ് ഡൗൺ ആണോ എന്നുള്ളതൊക്കെ സർക്യൂട്ട് കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. പറ്റും. അതാണ് ഒരു തിയറി പഠിച്ചു കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ.